നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്ന ആപ്ലിക്കേഷനുകളൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മറ്റു യൂട്യൂബർമാരൊക്കെ പരിചയപ്പെടുന്ന ആപ്ലിക്കേഷനുകളൊക്കെ നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ചിലപ്പോൾ നമുക്ക് ഉപകാരപ്പെട്ടു, പിന്നീട് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ചിലപ്പോൾ അതാണ് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള മടി കാരണമോ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെയോ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിലിടും. പിന്നെ ഏതെങ്കിലും കാലത്ത് നമ്മുടെ മൊബൈൽ ഫോണിൽ സ്റ്റോറേജ് കൂടുമ്പോഴായിരിക്കും നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. പക്ഷെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു ക്ലിക്കിൽ ഇങ്ങനെ ഓരോന്നും സെലക്ട് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ ഇടയ്ക്ക് ഇത്തരത്തിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് നമുക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. നമ്മുടെ മൊബൈൽ ഫോണിൽ സൗകര്യമുണ്ട്. സെറ്റിംഗ്സിൽ ആപ്സ് എന്നോ ആപ്ലിക്കേഷൻ മാനേജർ എന്നോ ഒരു ഭാഗം കാണാൻ സാധിക്കും. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതും നിങ്ങളുടെ സിസ്റ്റം ആപ്ലിക്കേഷനുകളെല്ലാം അവിടെ കാണാൻ സാധിക്കുകയും അവിടെ നിന്ന് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനൊക്കെ സാധിക്കും. എന്നാൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഒരു ക്ലിക്കിൽ അവിടെ കാണാൻ സാധിക്കുകയും അവിടെ നിന്ന് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനൊക്കെ സാധിക്കും. നമ്മളിന്ന് വീഡിയോ പരിശോധിക്കുന്നത് എന്താണ് ആ പ്ലേ സ്റ്റോറിൻ്റെ സൗകര്യം, എങ്ങനെയാണ് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഇതുപോലുള്ള ടെക്നോളജിപരമായ അറിവുകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി വരും. വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകൾ നമ്മുടെ സെക്കൻഡ് ചാനലായ ലൈവ് മീഡിയ വ്ളോഗ് എന്നുള്ള ചാനലിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്താൽ വാട്സപ്പ് പരമായുള്ള എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. നമ്മൾ എങ്ങനെയാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനുകൾ ഒരു ക്ലിക്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷനുകളാണ് നമുക്ക് പ്ലേ സ്റ്റോറിലൂടെ ഒരു ക്ലിക്കിൽ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾ പ്ലേ സ്റ്റോർ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിലുള്ള ഇടത് ഭാഗത്തുള്ള 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഏറ്റവും മുകളിൽ മൈ ആപ്സ് ആൻഡ് ഗെയിംസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ പ്ലേ സ്റ്റോറിനെ കുറിച്ച് വിശദമായിട്ട് പല ടിപ്സുകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോന്നും പ്ലേ സ്റ്റോറിൻ്റെ ഓരോ ടിപ്സുകൾ നിങ്ങൾക്ക് കണ്ടെത്താനും അത് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ അപ്ഡേറ്റ് വന്നിരിക്കുന്ന ആപ്ലിക്കേഷനുകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഏറ്റവും മുകളിൽ എത്ര MB എത്ര GB എൻ്റെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ സ്പേസ് ഉണ്ട് എന്നുള്ളതൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ ഫ്രീ അപ്പ് സ്പേസ് എന്നൊരു ഓപ്ഷൻ പ്ലേ സ്റ്റോറിൽ കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒരു ഫ്രീ അപ്പ് സ്പേസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷനുകളാണ് ഈ ഭാഗത്ത് കാണുക. നമ്മുടെ മൊബൈൽ ഫോണിൽ എത്ര ഫ്രീ സ്പേസ് കിട്ടുമെന്ന് നമുക്ക് ഇതിലൂടെ അറിയാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ മൊബൈൽ ഫോണിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം കാണാൻ സാധിക്കും. ഇതിലധികം ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്തതാണ്. പക്ഷേ പിന്നീട് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള മടി കാരണമോ മറ്റോ എനിക്ക് അതിന് സാധിച്ചില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഓരോന്നും സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാനൊരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തു. ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തപ്പോൾ, അതായത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ ഫ്രീ അപ്പ് 39 MB ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ എൻ്റെ ഗാലറി എൻ്റെ മൊബൈലിന് സ്റ്റോറേജ് കൂട്ടാൻ സാധിക്കും. നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ ഇതുപോലെ സെലക്ട് ചെയ്യുമ്പോൾ എത്ര MBയോളം നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ ഫ്രീ ആക്കി എടുക്കാൻ സാധിക്കുമെന്ന് ഇവിടെ താഴെ ഭാഗത്ത് കാണാൻ സാധിക്കും. നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാം. തൽക്കാലം ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചു തരാം അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി. ഞാനിപ്പോൾ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത് കാണാൻ സാധിക്കും 14 MB ആണ് ആ ഒരു ആപ്ലിക്കേഷൻ എൻ്റെ മൊബൈൽ ഫോണിൽ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എനിക്ക് ഫ്രീ ആയി ലഭിക്കുന്നത്, അതായത് നമ്മുടെ സ്റ്റോറേജ് ഫ്രീ ആകുന്നത്. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്ത് താഴെ ഭാഗത്ത് നമുക്ക് ഈ ഫ്രീ അപ്പ് 14 MB എന്നുള്ളതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും 14 MB ഈ ഒരു ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഡിവൈസിന് ഫ്രീ സ്പേസ് കിട്ടുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഫ്രീ അപ്പ് 14 MB എന്നുള്ള ആ ഒരു ഭാഗം തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാൻ കാണാൻ സാധിക്കും നിങ്ങൾക്ക് റിമൂവ്ഡ് ഫ്രം യുവർ ഡിവൈസ്. നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഏതാണെന്ന് തിരഞ്ഞു പിടിക്കാതെ പ്ലേ സ്റ്റോറിൽ നിന്ന് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കണ്ടെത്താനും അവിടെ നിന്ന് അത് ഡിലീറ്റ് ചെയ്യാനും നിങ്ങളുടെ സ്റ്റോറേജ് കൂട്ടുന്നതിനൊക്കെ ഈ ഒരു സൗകര്യം പ്ലേ സ്റ്റോറിലെ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ടെക്നോളജിപരമായ അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് വീഡിയോ താഴെ കാണുന്ന കമൻറ്റ് ബോക്സ് അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.